ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ക്രൂഡ് ഓയിൽ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇന്ധനമല്ല. നൂറുകണക്കിന് വ്യത്യസ്ത ഹൈഡ്രോ കാർബണുകൾ അടങ്ങിയ സങ്കീർണമായ ഒരു മിശ്രിതമാണിത്. വളരെ നേർത്ത വാതകങ്ങൾ മുതൽ കട്ടിയുള്ള ടാർ പോലുള്ള പദാർത്ഥങ്ങൾ വരെ ഇതിലുണ്ട്. ക്രൂഡ് ഓയിൽ ശുദ്ധീകരണത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലാണ് LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വേർതിരിച്ചെടുക്കുന്നത്. എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിലേക്ക് എത്തുന്നതിന് മുൻപ് ഇത് പലവിധ വ്യാവസായ പ്രക്രിയകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ശുദ്ധീകരണശാലയിലെ ആദ്യത്തെ പ്രധാന ഘട്ടം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ചൂടാക്കിയ ക്രൂഡ് ഓയിൽ ഒരു വലിയ ഡിസ്റ്റിലേഷൻ കോളത്തിലേക്ക് പമ്പ് ചെയ്യുന്നു. ഏകദേശം 350 മുതൽ 400 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകുമ്പോൾ ക്രൂഡ് ഓയിൽ നീരാവിയായി മാറുന്നു. ഈ നീരാവി കോളത്തിനുള്ളിലൂടെ മുകളിലേക്ക് ഉയരുകയും വ്യത്യസ്ത താപനിലകളിൽ തണുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തണുക്കുമ്പോൾ അവ വിവിധ ഉയരങ്ങളിൽ വെച്ച് ദ്രാവകങ്ങളായി മാറുന്നു. ഭാരമേറിയ ഘടകങ്ങൾ താഴെ അവശേഷിക്കുമ്പോൾ ഭാരം കുറഞ്ഞവ മുകളിലേക്ക് നീങ്ങുന്നു. പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ എന്നിവ ഈ ടവറിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് ശേഖരിക്കുന്നത്. ഇവയാണ് പിന്നീട് LPG ആയി മാറുന്നത്. ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വാതകം പൂർണ്ണമായും ശുദ്ധമായ LPG അല്ല. ഇതിൽ ഹൈഡ്രജൻ, സൾഫൈഡ്, ജലബാഷ്പം, മറ്റ് മാലിന്യങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ടാകും. ഗ്യാസ് ട്രീറ്റിംഗ് യൂണിറ്റുകൾ ഈ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. ആദ്യം അമൈൻ ട്രീറ്റ്മെന്റ് വഴി ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള അമ്ലവാതകങ്ങളെ മാറ്റുന്നു. തുടർന്ന് ഡ്രൈയിങ് യൂണിറ്റുകൾ ഉപയോഗിച്ച് ഈർപ്പം നീക്കം ചെയ്യുന്നു. വാതകത്തിലെ ഈർപ്പം നീക്കം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. കാരണം സിലിണ്ടറിനുള്ളിൽ വെള്ളം അവശേഷിച്ചാൽ അത് ഐസായി മാറുകയും വാൽവുകൾ തടസ്സപ്പെടുകയും ചെയ്തേക്കാം. ശുദ്ധീകരണത്തിന് ശേഷം ഈ വാതകങ്ങളിൽ പ്രധാനമായും പ്രോപ്പെയിനും ബ്യൂട്ടേനുമാണ് ഉണ്ടാവുക. സാധാരണ താപനിലയിൽ ഇവ വാതക രൂപത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ മിതമായ പ്രഷർ നൽകിയാൽ ഇവ എളുപ്പത്തിൽ ദ്രാവകമായി മാറും. ഈ സവിശേഷതയാണ് LPGയെ സംഭരിക്കാനും കൊണ്ടുപോകാനും എളുപ്പമാക്കുന്നത്. കംപ്രഷൻ യൂണിറ്റുകളിൽ വെച്ച് ഇവയെ സമ്മർദ്ദത്തിലാക്കി ദ്രാവക രൂപത്തിലാക്കുന്നു. ഇങ്ങനെ ദ്രാവകമാകുമ്പോൾ അവയുടെ വ്യാപ്തം ഏകദേശം 250 മടങ്ങ് കുറയുന്നു. ഇത് താരതമ്യേന ചെറിയ സിലിണ്ടറുകളിൽ വലിയ അളവിൽ വാതകം സംഭരിക്കാൻ സഹായിക്കുന്നു. LPG ക്രൂഡ് ഓയിലിൽ നിന്ന് മാത്രമല്ല ലഭിക്കുന്നത്. പ്രകൃതിവാതക സംസ്കരണ പ്ലാന്റുകളിൽ നിന്നും പ്രോപ്പെയിനും ബ്യൂട്ടേനും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ഈ വാതകങ്ങൾ കൃത്യമായ ഗുണനിലവാരം ഉറപ്പാക്കാൻ മിക്സ് ചെയ്യുന്നു. കാലാവസ്ഥയ്ക്കനുസരിച്ച് പ്രോപ്പെയിൻ ബ്യൂട്ടേൻ അനുപാതത്തിൽ മാറ്റം വരാറുണ്ട്. തണുപ്പുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പ്രോപ്പെയിൻ ചേർക്കുന്നു. കാരണം കുറഞ്ഞ താപനിലയിലും പ്രോപ്പെയിൻ എളുപ്പത്തിൽ വാതകമായി മാറുകയും അടുപ്പിലേക്ക് കൃത്യമായി പ്രവഹിക്കുകയും ചെയ്യും. വിതരണത്തിന് മുൻപായി LPGക്ക് പ്രത്യേകമായ ഒരു മണം നൽകുന്നു. യഥാർത്ഥത്തിൽ LPGക്ക് മണം വാതക ചോർച്ച തിരിച്ചറിയാനായി ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന രാസവസ്തു വളരെ ചെറിയ അളവിൽ ഇതിൽ ചേർക്കുന്നു. ഇതിന്റെ രൂക്ഷഗന്ധം ചോർച്ച എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു. തുടർന്ന് ദ്രാവക രൂപത്തിലുള്ള LPG വലിയ മർദ്ദത്തിലുള്ള സ്റ്റോറേജ് ടാങ്കുകളിലേക്ക് മാറ്റുന്നു. സാധാരണയായി 7 മുതൽ 15 ബാർ വരെ മർദ്ദത്തിലാണ് ഇത് സൂക്ഷിക്കുന്നത്. താപനില കൂടുമ്പോൾ മർദ്ദവും കൂടുമെന്നതിനാൽ ടാങ്കുകളിൽ സേഫ്റ്റി വാൽവുകളും പ്രഷർ റിലീഫ് സംവിധാനങ്ങളും സ്ഥാപിക്കാറുണ്ട്. സ്റ്റോറേജ് ടാങ്കുകളിൽ നിന്ന് LPG വലിയ ട്രക്കുകളിലോ ട്രെയിനുകളിലോ കപ്പലുകളിലോ നിറച്ച് വിതരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. അവിടെ ബോട്ടിലിംഗ് പ്ലാന്റുകളിൽ വെച്ച് സിലിണ്ടറുകൾ നിറയ്ക്കുന്നു. ഓരോ സിലിണ്ടറും ആദ്യം കാലിയാക്കിയ ശേഷം തൂക്കം പരിശോധിക്കുന്നു. അതിനുശേഷം നിശ്ചിത അളവിൽ ദ്രാവക രൂപത്തിലുള്ള LPG നിറയ്ക്കുന്നു. ഒരു സാധാരണ ഗാർഹിക സിലിണ്ടറിൽ ഏകദേശം 14.2 കിലോഗ്രാം LPG ആണ് ഉണ്ടാവുക. നിറച്ച ശേഷം സിലിണ്ടറുകൾ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുന്നു. സോപ്പ് ലൈനിയോ ഇലക്ട്രോണിക് ഡിറ്റക്ടറുകളോ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. തുടർന്ന് സുരക്ഷാ ക്യാപ്പുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യുന്നു. ഓരോ സിലിണ്ടറിലും കാലാവധി പരിശോധിച്ച തീയതിയും മറ്റ് അടയാളങ്ങളും രേഖപ്പെടുത്താറുണ്ട്. ഉപയോഗിക്കുന്ന സമയത്ത് സിലിണ്ടറിലെ വാൽവ് തുറക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതോടെ ഉള്ളിലെ ദ്രാവകം പെട്ടെന്ന് വാതകമായി മാറുന്നു. റെഗുലേറ്റർ ഈ വാതകത്തിന്റെ മർദ്ദം നിയന്ത്രിച്ചാണ് അടുപ്പിലേക്ക് വിടുന്നത്. അടുപ്പിലെ ബേണറിൽ വെച്ച് LPG വായുവുമായി കലർന്ന് കത്തുകയും ചൂട് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇത് കത്തുമ്പോൾ പ്രധാനമായും കാർബൺ ഡയോക്സൈഡും ജലബാഷ്പവുമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് LPGയെ ഒരു ശുദ്ധമായ ഇന്ധനമായി കണക്കാക്കുന്നത്. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ പലവിധ ശുദ്ധീകരണ പ്രക്രിയകളിലൂടെയും സുരക്ഷാ പരിശോധനകളിലൂടെയും കടന്നുപോയാണ് നമ്മുടെ അടുക്കളയിലെത്തുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ അളവിലുള്ള ഊർജം സുരക്ഷിതമായി ഒരു ചെറിയ സിലിണ്ടറിൽ ഒതുക്കി വെക്കാൻ ഈ പ്രക്രിയയിലൂടെ സാധിക്കുന്നു.